ഹലോ ഫ്രണ്ട്സ്, പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. വല്യമ്മ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ട് വിഷ്ണു ഉമ്മർത്തന്നെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിനൊരു ഏട്ടനും കൂടി ഉണ്ട്, ജിത്തേട്ടൻ ദുബായിലാണ്, വിഷ്ണു ബാംഗ്ലൂരാണ്. വല്യമ്മയുടെ ഓപ്പറേഷനൊക്കെ ആയപ്പോൾ ആൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് വന്നതാണ്. വല്യമ്മ വീട്ടിലെത്തിയത് അറിഞ്ഞപ്പോൾ തന്നെ വല്യച്ഛൻ വന്നിട്ടാണ്. വല്യച്ഛൻ്റെ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്, ടെലർ ഷോപ്പാണ്. പിന്നെ മാമനും കുട്ടിയും കൂടി കുറേ നേരം കളികളൊക്കെ ഇരുന്നിട്ടാ. ടി വി കണ്ടപ്പോൾ തീച്ചുകൂട്ടം വേഗം ടി വിയുടെ ഫ്രണ്ടിൽ പോയിരുന്നു. പരസ്യം വരുന്ന തീച്ചുകൂട്ടന് ഇഷ്ടമാണ്. ഇത് വല്യമ്മയുടെ അടുത്തുള്ള കുട്ടികളാണ്. വല്യമ്മ വന്നത് അറിഞ്ഞിട്ട് വേഗം വല്യമ്മേനെ കാണാൻ വരുമായിരുന്നു. പിന്നെ തീച്ചുകൂട്ടനെ കണ്ടപ്പോൾ പിന്നെ തീച്ചുകൂട്ടൻ്റെ കൂടെ ആയിരുന്നു കുറേ നേരം. ഇത് പെപ്പിയുടെ അനിയത്തി പാത്തു മൈലാഞ്ചി ഇട്ടത് ആദ്യം കാണിച്ചു തന്നു. പിന്നെ പെപ്പി ഇട്ടത് കാണിച്ചു തന്നു. പെരുന്നാൾ മൈലാഞ്ചിയാണ്. അപ്പോഴേക്കും വല്യമ്മേനെ കാണാൻ അവരുടെ കുട്ടിയച്ഛൻ്റെ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലി വന്നിട്ടാണ്. ചെറിയമ്മയും നാത്തൂനും അനിയത്തി അവരുടെ മക്കളെ കൂടിയിട്ട് വന്നിട്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മമ്മയും അമ്മായി മേമയും പിന്നെ അനിയത്തിമാരും. പിന്നെ സംസാരമായി, ചിരിയായി, കളിയായി. അവർ കുറേ ഉണ്ടായിട്ട് കണ്ടിട്ട് പിന്നെ അവർ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെപ്പി വന്നിട്ട് മുട്ടമാല തന്നു. പെരുന്നാൾ സ്പെഷ്യൽ മുട്ടമാലയാണ് കേട്ടോ. പിന്നെ ഞാനായിരിക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം സംസാരിച്ചിട്ട് അവരെല്ലാവരും ഡാറ്റയൊക്കെ പറഞ്ഞ് പോയി. പിന്നാലെ ഞങ്ങളും വന്നു. വല്യമ്മേനും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് ഇപ്പോഴും റെസ്റ്റാണ്. വീട്ടിലേക്കൊന്ന് വരണം പറഞ്ഞപ്പോൾ വല്യമ്മേനായിട്ട് വന്നതാണേ. അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.